കീമോ സ്റ്റാമ്പുവൽ സംവിധാനം ചെയ്ത് 2025 ഇറങ്ങിയ ഒരു ഇന്തോനേഷ്യൻ സോംബി ഹൊറർ ത്രില്ലർ ചിത്രമാണ് ദി എലിക്സിർ. നമുക്ക് വെളുത്തിട്ട് പാറാൻ പറ്റും, കറുത്തിട്ട് പാറാനും പറ്റും, എന്നാൽ ഒരിക്കലും വയസ്സ് കുറച്ചിട്ട് പാറാൻ പറ്റില്ല. എന്നാൽ ഈ കഥയിൽ ഏജിങ് കുറക്കാൻ, വയസ്സ് കുറയ്ക്കാൻ സയൻറ്റിസ്റ്റ് ഒരു പച്ചമരുന്ന് കണ്ടുപിടിക്കുന്നു. അത് കുടിച്ചതോടെ വയസ്സ് കുറയുകയാണ്. ഇനി അത് ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് തപ്പി ആരും നടക്കേണ്ട. ബിക്കോസ് അതിനുശേഷം എന്താ നടന്നത് എന്ന് ഈ ചിത്രം കണ്ടതിന് ശേഷം ആ മരുന്ന് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ മതി. വേണമെങ്കിൽ പറ, കമൻറ്റ് ബോക്സിൽ അയച്ചു തരാം. കൂടുതൽ ചളിയടിക്കാതെ ദി എലിക്സിർ എന്ന പച്ചമരുന്നിൻ്റെ കഥ തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോടുകൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഹെർബൽ കമ്പനി കാണാം. അതായത് ആയുർവേദിക് പച്ചമരുന്നൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയിൽ ഒരു പാക്കിംഗ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതും കാണാം. അവിടെ മറ്റൊരിടത്ത് ഒരു വീട്ടിൽ സുന്നത്ത് മംഗലം നടക്കുന്നത് കാണാം. അവിടെ നിങ്സി എന്നൊരു പെൺകുട്ടി അവിടെ വന്ന ആൾക്കാർക്കൊക്കെ കോഫി ജ്യൂസൊക്കെ റെഡിയാക്കി കൊണ്ടുപോയി കൊടുത്തിട്ട് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കെ അവിടേക്ക് ഒരുത്തൻ വരുന്നു. ഇവൻ്റെ പേര് റഹ്മാനും നിങ്സിയും ലവേഴ്സാണ്. എന്നാൽ അവൻ ഇതുവരെയായിട്ടും മാരേജിൻ്റെ കാര്യം സംസാരിക്കാത്തതിനാൽ നിങ്സി ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. അവനെ കണ്ടിട്ടും തിരിഞ്ഞു പോലും നോക്കാതെ പാത്രം കഴുകുകയാണ്. ആക്ച്വലി റഹ്മാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ മാരേജ് പ്രപ്പോസ് ചെയ്യാനാണ്. അതിനാൽ അവൻ കയ്യിൽ റിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണിച്ച് അവളെ പ്രപ്പോസ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ. റഹ്മാൻ ഒരു പോലീസുകാരനാണ്. സീനിയർ ഓഫീസർ വിളിച്ച് ഉടനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയുകയാണ്. നിങ്സിയെ സർപ്രൈസ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അർജന്റായി പോകാനുള്ളത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ വേണ്ട, പിന്നീട് പ്രപ്പോസ് ചെയ്യാം എന്ന് തീരുമാനിച്ച് എടി ഞാൻ പോവുക എന്ന് പറയുമ്പോൾ ആ പോയിക്കോ എന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞതിനാൽ അവന് പോകാനേ മനസ്സ് വന്നില്ല. അതിനാൽ അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവളുടെ കയ്യിലുള്ള സോപ്പ് പതയൊക്കെ അവൻ്റെ മുഖത്തേക്ക് തന്നെ പിടിച്ച് ഒരച്ചിട്ട് അവളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും അവൾക്ക് തമാശയായി തോന്നിയില്ല. എടോ, നിന്റെ ദേഷ്യവും വിഷമവും എന്താണെന്ന് എനിക്കറിയാം. ആ ദേഷ്യവും വിഷമവും ഒക്കെ ഞാൻ ഉടനെ മാറ്റാം. ഇപ്പോൾ ഞാൻ പോകട്ടെ, നീ സന്തോഷമായി ഇരിക്ക് എന്ന് പറയുമ്പോൾ അവൾ ഒരൽപ്പം സന്തോഷിക്കുകയാണ്. എന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് കാറി തുപ്പി അവനെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ റഹ്മാൻ അവിടുന്ന് ബൈക്കിൽ കയറി പോയപ്പോൾ അതുവഴി ഒരു കാറ് സ്പീഡിൽ വരുന്നത് കാണാം. നിയന്ത്രണം വിട്ട പോലെ വന്ന് അവിടെയുള്ള ആൾക്കാരെ ഒക്കെ ഇടിച്ച് തെറിപ്പിച്ച് അവിടെയുള്ള ഒരു വാഹനത്തിൽ പോയി ഇടിച്ചു നിൽക്കുകയാണ്. അന്നേരം ആ വാഹനാപകടത്തിൽപ്പെട്ട ആൾക്കാരെ ഒക്കെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഒരാൾ മാത്രം ആ കാറിൻ്റെ പുറകിലൂടെ ഓടിപ്പോയി എന്താടാ വാഹനം ഓടിക്കാൻ അറിയില്ലേ, മര്യാദയ്ക്ക് പുറത്തിറങ്ങി എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ നോക്കിയാൽ വാഹനം ഓടിച്ചു വന്നവൻ ഒരു സോംബിയെ പോലെ പെരുമാറുകയാണ്. അവൻ്റെ മുഖത്തൊക്കെ രക്തക്കറയുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ സോംബി അവൻ്റെ നേർക്ക് ചാടിപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവൻ്റെ കഴുത്തിലേക്ക് കടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. അതൊക്കെ കണ്ട് നിങ്സി അടക്കം എല്ലാവരും ഭയങ്കര ഷോക്കായി നോക്കുകയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആ ഒരു സംഭവം നടക്കുന്നതിന് ഒരു 5 മണിക്കൂർ മുൻപ് എന്താ നടന്നത് എന്ന് നോക്കാം. ഹെർബൽ കമ്പനിയിൽ പുതുതായി അവർ നിർമ്മിച്ച ഒരു മരുന്നുണ്ട്. അവിടെയുള്ള സയൻറ്റിസ്റ്റ് 2 ബോക്സുകളിലാക്കി ഒരെണ്ണം നമ്മുടെ സിഇഒയ്ക്ക് കൊടുക്കണം, രണ്ടാമത്തെ ബോട്ടിൽ മാഡത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു വിടുകയാണ്. ഇപ്പോൾ കമ്പനിയുടെ സിഇഒയെ കാണാം. കുറച്ച് വയസ്സായ വ്യക്തിയാണ്. അതേപോലെ അയാളുടെ വൈഫിനെ നോക്കിയാൽ കുറച്ച് യങ് ആണ്. ഇവളുടെ പേര് കരീന. വീട്ടിലേക്ക് റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ജോലിക്കാരെ കൊണ്ട് മൊത്തം വൃത്തിയാക്കുന്ന തിരക്കിലാണ്. മറ്റൊരു സ്ഥലത്ത് ഒരു കുട്ടിപ്പയ്യനെ കാണാം. പേര് റയാൻ. അമ്മയുടെ പേര് റൂഡി. അച്ഛൻ്റെ പേര് നെസ്. റൂഡിയും ഫാമിലിയും റൂഡിയുടെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സിഇഒ ആണെങ്കിൽ കമ്പനിയിൽ നിന്ന് കൊടുത്തയച്ച സാമ്പിൾ ബോട്ടിൽ ആ മരുന്ന് എടുത്ത് കുടിക്കുകയാണ്. എന്താ മനുഷ്യ ഈ കുടിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ അത് നിനക്കിപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, സമയമാകുമ്പോൾ നിനക്ക് തന്നെ മനസ്സിലാകും എന്നൊക്കെ സിഇഒ പറയുകയാണ്. ഇതേ നേരം പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്നു. അതിൽ നിന്നും റൂഡിയും ഫാമിലിയും ഇറങ്ങുകയാണ്. ആക്ച്വലി റൂഡി സിഇഒയുടെ ഒരു മകളാണ്. കരീന അവളെ വെൽക്കം ചെയ്ത് നിൽക്കുമ്പോൾ റൂഡി ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. കരീന റയാനോട് കൊഞ്ചിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് റൂഡിയാണെങ്കിൽ എടാ ഇവരോടെല്ലാം നീ സംസാരിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് ഒരു ദേഷ്യമുള്ള പോലെ റയാനെ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. ശരിക്കും ഇവർക്കിടയിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ കരീനയും റൂഡിയും ഒരുമിച്ച് പഠിച്ചവരാണ്. റൂഡിയുടെ അമ്മ മരിച്ചതിനു ശേഷം അച്ഛൻ കരീനയെ കല്യാണം കഴിക്കുകയായിരുന്നു. എന്നാൽ സ്വന്തം ഫ്രണ്ട് തൻ്റെ സ്റ്റെപ്പ് മദറായിട്ട് വന്നത് റൂഡിക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇപ്പോഴും ഇഷ്ടമല്ല. ഇപ്പോൾ റൂഡിയുടെ ഹസ്ബൻഡ് മെസ്സ് അവിടെ വന്നിട്ട് നിങ്ങൾ അവൾ പറയുന്നത് കേട്ട് കാര്യമാക്കി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഉള്ളിലോട്ട് പോവുകയാണ്. സിഇഒയ്ക്ക് ഒരു മകൻ കൂടിയുണ്ട്.
ഇവന്റെ പേര് ഹാരി. ഹാരി ഒരു വാഴയാണ്. അതായത് പണിക്കൊന്നും പോകില്ല. അച്ഛന്റെ പണം ഉപയോഗിച്ച് സിഗരറ്റ് വലിക്കും, ഗെയിം കളിക്കും, നാട് മൊത്തം കറങ്ങി നടക്കലും ഒക്കെയാണ് അവന്റെ വികൃതികൾ. ഇപ്പോൾ റയാനെ കണ്ടപ്പോൾ എടാ കള്ളക്കുട്ട, സണ്ണിക്കുട്ട, നീ എപ്പോഴാടാ വന്നത് എന്ന് പറഞ്ഞ് അവനുമായി അവിടെ തമാശ കളിക്കുകയാണ്. സിഒ ആണെങ്കിൽ കുളിച്ച് ഫ്രഷായിട്ട് വന്ന് കണ്ണാടി നോക്കുമ്പോൾ ഒരു ഷോക്ക്. അവന്റെ നരച്ചിരിക്കുന്ന മുടിയൊക്കെ കറുകറുത്തിരിക്കുന്നു. കഷണ്ടിയായിരുന്ന തലയിലൊക്കെ മുടിയൊക്കെ വന്നിട്ട് ചെസ്റ്റൊക്കെ നന്നായി വികസിച്ചിട്ടുണ്ട്. പറഞ്ഞു വന്നാൽ ഒരു 25 വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട്. അതൊക്കെ കണ്ട് അവൻ ഒരുപാട് സന്തോഷപ്പെടുകയാണ്. നേരെ കരീനയുടെ അടുത്ത് പോയിട്ട് എടി, ഞാൻ കുടിച്ച ആ മരുന്നുണ്ടല്ലോ, അത് വയസ്സ് കുറക്കാനുള്ള മരുന്നാണ്. ഇപ്പോൾ എനിക്കൊരു 25 വയസ്സ് പ്രായം കുറഞ്ഞതുപോലെയില്ലേ? സയന്റിസ്റ്റ് ഹെർബൽ കമ്പനിയിൽ കണ്ടുപിടിച്ച ആ മരുന്ന് വിജയിച്ചു. അത് കുടിച്ച് എനിക്ക് റിസൾട്ട് കിട്ടി. അതൊക്കെ കേട്ട് കരീന അവന്റെ മുഖത്തെല്ലാം പരിശോധിച്ച് ഇതെങ്ങനെയാ സംഭവിച്ചത് മനുഷ്യ എന്ന് ഷോക്കായിട്ട് നോക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി. ആ ഹാപ്പിനെസ് കാരണം അവിടെ ഒരു ഡിങ്കോൾഫി നടക്കുകയാണ്. നോക്കിയാൽ അവന്റെ പുറത്ത് എന്തോ ചൊറി പിടിച്ച പോലെ കാണാം. പുറത്ത് എല്ലാവരും പരസ്പരം കുശലാന്വേഷണം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടേക്ക് സിഇഒ വരികയാണ്. എന്നാൽ സിഇഒയെ കണ്ട് എല്ലാവരും ഷോക്കാവുകയാണ്. വയസ്സനായിരുന്ന അയാൾ ഇപ്പോൾ വയസ്സൊക്കെ കുറഞ്ഞതുപോലെ കാണുമ്പോൾ ആകെ അത്ഭുതമായി തോന്നുകയാണ്. എന്തു പറ്റി, എന്താ സംഭവിച്ചേ, ABC ജ്യൂസ് കുടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതിന് കറക്റ്റ് മറുപടി പറയുന്നതേയില്ല. റയാൻ അയാളുടെ അടുത്ത് ഓടിപ്പോയി ഹഗ് ചെയ്യുമ്പോൾ അയാൾ റയാനെ പൊക്കിയെടുക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ്. കാരണം അയാൾക്ക് നടുവേദന ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. എല്ലാം മാറി സുഖമായിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാ ആരോഗ്യം പ്രാപിച്ചത് എന്നോർത്ത് എല്ലാവരും ഞെട്ടുകയാണ്. അതിനുശേഷം നെസ്സും റൂഡിയും സിഒയെ നേരെ മറ്റൊരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അച്ഛനോട് റൂഡി നെസ്സിനെ കുറിച്ച് ഒരു കാര്യം പറയുകയാണ്. നെസ്സിന് വേറൊരു പെൺകുട്ടിയുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. എന്നാൽ അയാളാണെങ്കിൽ എന്നാടി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, നിനക്കൊരു മകനുള്ളതല്ലേ, എല്ലാം ആലോചിച്ച് വേണം ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. രണ്ടുപേരും തെറ്റുകൾ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ ശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കമ്പനിയിൽ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ചെറുപ്പമാകാനുള്ള മരുന്ന്. ഇത് കുടിച്ചാൽ ചെറുപ്പമായി കഴിയാൻ പറ്റും. ഇത് മാർക്കറ്റിൽ ഇറങ്ങിയാൽ നമുക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിഒന്റെ മുഖത്ത് ആ മരുന്നിന്റെ എന്തൊക്കെയോ സൈഡ് എഫക്റ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ ഫീൽ ആവുകയാണ്. അതൊരു വശത്ത് നടക്കുമ്പോൾ കരീനയും റൂഡിയും മാറി മാറി വഴക്ക്. ആ ഒരു കുടുംബ പ്രശ്നം നടക്കുമ്പോൾ സിഒയ്ക്ക് ആണെങ്കിൽ ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് കൂടിക്കൂടി വരാൻ തുടങ്ങി. അവന്റെ മുഖമൊക്കെ മാറാൻ തുടങ്ങി. ആകെ തളർന്ന പോലെ ബ്ലഡ് വരെ ഛർദ്ദിക്കാൻ തുടങ്ങി. റൂഡിയും കരീനയും അയാളെ പിടിച്ച് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ആകെ അവശനായി ബോധം കെട്ട് നിലത്ത് വീഴുകയാണ്. നെസ് ആണെങ്കിൽ ആംബുലൻസിൽ കോൾ ചെയ്യുമ്പോൾ ഹാരിക്ക് ആണെങ്കിൽ ബ്ലഡ് കാണുമ്പോൾ അവന് തലകറക്കം അനുഭവപ്പെടാൻ തുടങ്ങി. ആ പേടി മാറാൻ കിട്ടിയ അവസരം മുതലാക്കി ഒരു പെഗ്ഗടിക്കുകയാണ്. അങ്ങനെ ആംബുലൻസിന് വേണ്ടി അവരങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സിഒ ഒരു സോംബിയായി മാറി എഴുന്നേൽക്കുകയാണ്. അത് കണ്ട് റയാൻ ആകെ പേടിച്ച് കരയുമ്പോൾ സോംബിയായി മാറിയ അയാൾ കൊടൂരമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ ഒരു വേലക്കാരനുണ്ട്. അയാളെ കണ്ടതും നേരെ അയാളുടെ അടുത്തേക്ക് ചാടി അവന്റെ കഴുത്തിലേക്ക് ഒരൊറ്റക്കടി. അത് കണ്ട് എല്ലാവരും പേടിച്ച് അലറാൻ തുടങ്ങി. അന്നേരം മറ്റൊരു വശത്ത് കൂടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ വന്ന് നിൽക്കുമ്പോൾ അവന്റെ നേർക്കും ചാടി പിടിച്ച് അവനെ കടിക്കാൻ നോക്കിയെങ്കിലും അവൻ കുറച്ച് മസിൽ പവർ ഉള്ളവനായിരുന്നു. അതുകൊണ്ട് സോംബിയെ പിടിച്ചു നിർത്തിയെങ്കിലും അയാൾ അവന്റെ മുഖത്തേക്ക് രക്തം ഛർദ്ദിക്കുകയാണ്. അതിനാൽ അവന്റെ മൂക്കിലൂടെയും കണ്ണിലൂടെയും ചെവിയിലൂടെയും വായിലൂടെയും ഒക്കെ ബ്ലഡ് അകത്തേക്ക് കടക്കുകയും ചെയ്തു. അന്നേരം ഹാരിയാണെങ്കിൽ ഓടി വന്ന് അയാളെ പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ ഹാരിയെയും കടിക്കാൻ നോക്കുമ്പോൾ ബാക്കി എല്ലാവരും കൂടി വന്ന് അയാളെ പിടിച്ചു മാറ്റാൻ ട്രൈ ചെയ്യുകയാണ്. ആ പിടിവലിക്കിടയിൽ ഹാരിയുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം, അമ്പും വില്ലും പോലത്തെ കളിപ്പാട്ടം ഉണ്ടായിരുന്നു. അത് പിടിച്ച് വലിച്ചതും അയാളുടെ തലക്ക് തന്നെ അതിലെ അമ്പ് പോയി തറക്കുകയും അതോടെ സോംബിയായി മാറിയ സിഒ മരിച്ചു പോവുകയും ചെയ്തു. സംഭവം അയാൾ സോംബിയായി മാറിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനാൽ ഉടൻ തന്നെ അവരുടെ ദേഹത്ത് പറ്റിയ രക്തമൊക്കെ കഴുകി കളയാൻ തുടങ്ങി. ഓഫീസിൽ കമ്പനിയിൽ നിന്ന് വന്ന വർക്കർ ആണെങ്കിൽ ആകെ പേടിച്ച് അവിടുന്ന് കാറെടുത്ത് പോകാൻ നോക്കുമ്പോൾ അവിടേക്ക് നെസ് പോയിട്ട് ഡേയ് ഇത് നീ ആരോടും പറയല്ലേ, പകരം ഇതൊരു ആക്സിഡന്റ് ആണ് എന്നൊക്കെ പോലീസ് വന്നാൽ മനസ്സിലാക്കി കൊടുക്കണം, വേറെ ഒന്നും ആരും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിടുകയാണ്. ഹാരിയാണെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞ് വിഷമിച്ച് പോയി കാറിലിരുന്ന് കരയാൻ തുടങ്ങി. അവൻ്റെ ചേച്ചി റൂഡി അവിടെ വന്നിട്ട് ഇത് നിന്റെ മിസ്റ്റേക്ക് അല്ല, ഇതൊരു വിധിയാണ്, ആരായാലും അങ്ങനെ ചെയ്യൂ, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുകയാണ്. വീടിനകത്താണെങ്കിൽ വേലക്കാരി ഓടി വന്ന് കരീനയെ വിളിച്ച് അവിടെ നോക്കാൻ പറയുകയാണ്. പോയി നോക്കുമ്പോൾ നേരത്തെ സിഒ വേലക്കാരനെ കടിച്ചിരുന്നില്ലേ,
അവനിപ്പോൾ ഒരു സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇവരെ കണ്ടതോടെ ഇവരുടെ നേർക്ക് ഓടി വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും മാറി നിന്നതും അവൻ നേരെ ചുമരിൽ പോയി ഇടിച്ചിട്ട് തിരിച്ച് റിട്ടേൺ എടുത്ത് വീണ്ടും എല്ലാവരെയും കടിക്കാനായി വരികയാണ്. എല്ലാവരും കൂടി അവനെ പിടിച്ച് ഓരോ ഭാഗത്തേക്കായി ഓടി രക്ഷപ്പെടുമ്പോൾ അന്നേരം മറ്റൊരു വേലക്കാർ അവിടെ വന്നു നിന്നപ്പോൾ അവളെ പിടിച്ച് അവളുടെ കയ്യിലേക്ക് ഒരൊറ്റക്കടി. അവളുടെ കയ്യിലും കഴുത്തിലും ഒക്കെ സോംബി കടിച്ച് പറിച്ചെടുത്തു കഴിഞ്ഞു. പുറത്ത് ഹാരിയാണെങ്കിൽ കാറിൻ്റെ മിററിലൂടെ നോക്കി ചേച്ചി അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ റൂഡിയാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ വേലക്കാരി സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. റൂഡിയെ ആക്രമിക്കാൻ വരുമ്പോൾ ഹാരിയാണെങ്കിൽ പെട്ടെന്ന് കാർ പുറകിലോട്ട് എടുത്ത് അവളെ ഇടിച്ച് കാർ അവളുടെ ദേഹത്തേക്ക് കയറ്റി അങ്ങനെ കൊടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഹാരിയും റൂഡിയും നേരെ വീടിനകത്തേക്ക് പോയി ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുകയാ എന്ന് നോക്കുമ്പോൾ വീട്ടിൽ ആരെയും കാണാനില്ല. ഒരു വശത്തു കൂടി ഒരു സോംബി വരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ജീവനും കൊണ്ട് രണ്ടുപേരും തിരിച്ചു ഓടാൻ തുടങ്ങി. ഓടി നേരെ കാറിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ ആ കാറിൻ്റെ അടിയിൽ പെട്ടിരുന്ന ആ സോംബിയെ ഇപ്പോൾ കാണാനില്ല. നോക്കിയാൽ പകുതി ശരീരം കൊണ്ട് ആ സോംബി പെണ്ണ് ഇവരെ കടിക്കാനായി വരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് നിൽക്കുമ്പോൾ ഹാരി കാല് മടക്കി ഒരൊറ്റ ചവിട്ട് സോംബി പ്ലിങ്ങായി വീഴുകയാണ്. ശേഷം കാറിൽ കയറി ആ സ്ഥലം വിട്ടു പോകാൻ തുടങ്ങി. ഇതേ നേരം അവിടുന്ന് കാറിൽ കയറിപ്പോയ ആ കമ്പനി വർക്കർ ഉണ്ടല്ലോ, അവൻ്റെ ശരീരത്തിനകത്തേക്ക് സോംബിയുടെ ബ്ലഡ് പോയതിനാൽ അവന് ഇൻഫെക്റ്റായി ഇപ്പോൾ സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഒരു സുന്നത്ത് മംഗലം നടക്കുന്ന വീട്ടിലേക്ക് ഒരു കാർ ചീറിപ്പാഞ്ഞു വന്നിരുന്നില്ലേ, ആ കാര്യം ഇപ്പോഴാണ് നടക്കുന്നത്. സോംബി വൈറസ് ഇൻഫെക്റ്റഡ് ആയ വർക്കർ കാറിൽ ചീറിപ്പാഞ്ഞു പോയി ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തുള്ളവരെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോയി ഒരു വാഹനത്തിൽ പോയി ഇടിച്ചു നിൽക്കുകയാണ്. ശേഷം ഒരാളുടെ കഴുത്തിൽ കടിച്ചു കൊണ്ടുപോയിരുന്നില്ലേ, അതിനുശേഷം ആ വീട്ടിലേക്ക് തന്നെ പോയി അവിടെയുള്ള ഓരോരുത്തരെയും സോംബി കടിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന നിങ്സി ഭയങ്കരമായി ഷോക്കായി നിൽക്കുകയാണ്. ഇതേ സമയം മറ്റേ വശത്ത് കരീനയും വേലക്കാരിയും റയാനും നെസ്സും വീട് വിട്ട് കുറച്ച് ദൂരെ പോയിരുന്നില്ലേ. അങ്ങനെ ഒരു വശത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സോംബി വരികയാണ്. ആ സോംബി അവിടെ നിർത്തിയിരിക്കുന്ന ഒരു വാഹനത്തെ ചുറ്റി നോക്കുമ്പോൾ 4 പേരും ഒളിഞ്ഞു മാറി നിൽക്കുകയാണ്. സോംബി ആണെങ്കിൽ അവിടെ ചുറ്റിത്തിരിഞ്ഞ് നോക്കിയിട്ട് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നെസ്സിൻ്റെ ഫോൺ റിംഗ് അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആ കോൾ റൂഡിയുടേതായിരുന്നു. ഇവരെ കാണാത്തത് കൊണ്ട് കോൾ ചെയ്തതായിരുന്നു. എന്നാൽ ആ ശബ്ദം കേട്ട് സോംബി ഓടി വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി. ആ ആക്രമണത്തിൽ റയാൻ്റെ കാര്യം തീരുമാനമാകും എന്നായപ്പോൾ ഒരു വിധത്തിൽ ബാക്കി 3 പേരും ചേർന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അടുത്തതായി കരീന സോംബിയുടെ മുന്നിൽ പെടുകയാണ്. അവളെ കടിക്കുന്നായപ്പോൾ അവൾ അവിടെ ഒരു ടൂൾ കാണുകയാണ്. പുൽവെട്ടി ആ ടൂൾ എടുത്ത് ഒരൊറ്റ വീശൽ സോംബിയുടെ കഴുത്തിലേക്ക്. എന്നാൽ സോംബിയല്ലേ, അത് മരിച്ചില്ല. അത് അലറിക്കൊണ്ട് നിൽക്കെ ആ സമയത്ത് മഴ വരാനും തുടങ്ങി. മഴവെള്ളം കൊള്ളുമ്പോൾ സോംബി അവരെ ആക്രമിക്കാതെ മേലോട്ട് നോക്കി നിൽക്കുകയാണ്. ആ തക്കം നോക്കി ബാക്കി എല്ലാവരും ആ സ്ഥലം വിട്ട് എസ്കേപ്പ് ആവുകയാണ്. ശേഷം പിരിഞ്ഞു പോയവർ വേറെ ഭാഗത്തുള്ളതിനാൽ സുന്നത്ത് മംഗലം നടക്കുന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്ന് ഫോണിൽ വിളിച്ച് പറയുകയാണ്. ശേഷം കരീനയുടെ ഗ്രൂപ്പ് ആ ഭാഗത്തേക്ക് എത്തിപ്പോയി നോക്കുമ്പോൾ ആ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ സോംബികളായി മാറിക്കഴിഞ്ഞിരുന്നു. അതിനാൽ തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് കരുതി പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു സോംബി വന്ന് വേലക്കാരിയുടെ കഴുത്തിൽ കടിക്കുകയും ചെയ്തു. അത് കണ്ട് കരീന അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ നെസ് അവളെ പിടിച്ച് അവളെ ഇനി രക്ഷിക്കാൻ പറ്റില്ല, പോകാം എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. സോംബികൾ പുറകെ വന്നെങ്കിലും ഡോർ ഗ്രില്ല് അടച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. മറ്റേ വശത്ത് റൂഡിയും ഹാരിയും കാറിൽ നേരത്തെ പറഞ്ഞതിനാൽ സുന്നത്ത് മംഗലം നടക്കുന്ന വീട് ലക്ഷ്യമാക്കി വരികയാണ്. വന്നു നോക്കുമ്പോൾ അവിടെ മൊത്തം സോംബികളുടെ കൂട്ടം. അതൊക്കെ കണ്ട് അവർ ഷോക്കായി നിന്ന് നേരെ നെസ്സിന് കോൾ ചെയ്ത് എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാ ഉള്ളത് എന്ന് അവൻ പറയുമ്പോൾ ഞാനും ഇവിടെ തന്നെയാ ഉള്ളത് എന്ന് പറഞ്ഞ് റൂഡി ഹോൺ അടിച്ചതും അവിടെയുള്ള എല്ലാ സോംബികളും ആ ശബ്ദം കേൾക്കുകയും ചെയ്തു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് സോംബികളൊക്കെ കൊലവെറിയോടെ ആർത്തിരമ്പി വരുമ്പോൾ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് മനസ്സിലാക്കി എങ്ങനെയൊക്കെയായി വാഹനം പുറകോട്ട് എടുത്തെടുത്ത് ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. സോംബികൾ ആണെങ്കിൽ ആ വാഹനത്തിന്റെ പുറകെ തന്നെ പിടിവിടാതെ പിന്തുടരുന്നുണ്ട്. അന്നേരം അതുവഴി ഒരു കർഷകൻ പശുവിന് പുല്ലെടുത്തു കൊണ്ട് പോകുമ്പോൾ അത് കണ്ട കുറച്ച് സോംബികൾ കാറിന്റെ പിന്നാലെ പോകുന്നത് നിർത്തിയിട്ട് ആ പാവം കർഷകന്റെ നേർക്ക് ഓടിപ്പോയി അയാളെ ആക്രമിച്ച് കടിച്ച് കീറാൻ തുടങ്ങി. എന്നാൽ കുറച്ച് പേരാണെങ്കിൽ വീണ്ടും ഹാരിയും റൂഡിയും പോകുന്ന കാറിന്റെ പുറകെ പോകാൻ തുടങ്ങി. ഹാരി ആണെങ്കിൽ ഫുൾ സ്പീഡിൽ ചവിട്ടി വിടുകയാണ്. മറ്റേ വശത്ത് കരീനയും നെസ്സും റയാനും വീട് വിട്ട് പുറത്തു വന്നിട്ട് സോംബികൾ കടിച്ചവരെയൊക്കെ തുടിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ
അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് കാർ സ്റ്റാർട്ട് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തെങ്കിലും അത് സ്റ്റാർട്ട് ആകുന്നതേയില്ല. അന്നേരം നേരത്തെ സോംബി കടിച്ച വേലക്കാരി ഉണ്ടല്ലോ, അവൾ ഇപ്പോൾ സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഇവരെ കണ്ടതും ആക്രമിക്കാൻ ഓടി വരികയാണ്. റയാനെ നെസ് പൊക്കിയെടുത്ത് ഓടിപ്പോകാൻ തുടങ്ങി. ഓട്ടം എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഓട്ടം. പുറകെയാണെങ്കിൽ സോംബിയും പിടിവിടാതെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ ആ ഓട്ടത്തിനൊടുവിൽ ഒരു കുടിൽ കാണുകയാണ്. ഡോർ ആണെങ്കിൽ അടച്ചിട്ടാണ് ഉള്ളത്. ഒരു വിധത്തിൽ തള്ളി ഡോർ തുറന്ന് റയാനും കരീനയും ആദ്യം അകത്തേക്ക് പോകുന്നുണ്ട്. നെസ് ആണെങ്കിൽ പുറകെ വന്ന സോംബിയെ ഒരു കുന്ത്രാണ്ടം എടുത്ത് ഒരൊറ്റ അടി കൊടുക്കാൻ നോക്കുമ്പോൾ തന്നെ സോംബി അയാളുടെ നേർക്ക് ഒരൊറ്റ ചാട്ടം. അകത്തുള്ള കരീന അത് കണ്ട് ഭയപ്പെടുകയാണ്. അവനെയും സോംബി കടിച്ചു കാണുമോ എന്ന് ഭയന്ന് അവിടെ നോക്കുമ്പോൾ ഒരു പിച്ചാത്തി അതെടുത്ത് ഇനി സോംബി അകത്തേക്ക് വന്നാൽ കുത്താൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ നെസ് സോംബിയെ കൊലപ്പെടുത്തിയെന്ന് തോന്നുന്നു. നേരെ അകത്ത് വന്ന് ഡോർ അടക്കുകയാണ്. അവൻ്റെ ദേഹത്തൊക്കെ രക്തക്കറയുണ്ട്. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരീന ഭയന്ന് നിൽക്കുകയാണ്. ഇതേ നേരം റൂഡിയും ഹാരിയും പോകുന്നത് കാണാം. എനിക്കെൻ്റെ മകനെ കാണണം, അവന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് റൂഡി വെപ്രാളപ്പെടുമ്പോൾ അത് കണ്ട് ഹാരിയും അവിടെ തന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കൺട്രോൾ പോവുകയും മുന്നിലൂടെ ഒരു വാഹനം വരുമ്പോൾ ജസ്റ്റ് മിസ്സിൽ വാഹനത്തിൽ ഇടിക്കാതെ രക്ഷപ്പെട്ടെങ്കിലും വാഹനത്തിൻ്റെ കൺട്രോൾ വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോയി അവിടെ മറിഞ്ഞു വീഴുകയാണ്. ഓപ്പോസിറ്റിൽ വന്ന വണ്ടിയിൽ കുറേ പേരുണ്ട്. അവർ ആ സുന്നത്ത് മംഗലം നടക്കുന്ന വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വാഹനം അവിടെ നിർത്തിയിട്ട് ഡ്രൈവർ ആകെ ഭയപ്പെട്ട് അയ്യോ വാഹനം അപകടത്തിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹാരിക്കും റോഡിക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ്. അതേനേരം അവരുടെ പുറകെ വന്ന സോംബി കൂട്ടം അടുത്തെത്താറായി. ആ വാഹനം അവിടെയാണല്ലോ നിർത്തിയിട്ടുള്ളത്. സോംബികൾ ആണെങ്കിൽ വാഹനത്തിൽ കയറി കല്യാണപ്പന്തലിൽ ബിരിയാണി കഴിക്കുന്ന പോലെ അവിടെയുള്ള മനുഷ്യരെ എല്ലാം കടിച്ച് തിന്നാൻ തുടങ്ങി. എല്ലാവരും ഭയന്ന് വേദനിച്ച് അലറുന്നത് കണ്ട് ഡ്രൈവർ അങ്ങോട്ടേക്ക് ഓടിപ്പോകാൻ നോക്കുമ്പോൾ വേണ്ടടാ അങ്ങോട്ടേക്ക് പോവല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ നേരെ അവരെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോവുകയാണ്. എന്നാൽ പറഞ്ഞിട്ട് എന്ത് കാര്യം, സോംബി അവൻ്റെ മേൽ ചാടി വീണ് അവനെ കടിച്ച് തീരുമാനമാക്കുകയാണ്. ഹാരിയും റൂഡിയും ആണെങ്കിൽ അവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങി. മറ്റേ വശത്ത് കരീന ആണെങ്കിൽ വീടിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി നോക്കുകയാണ്. നെസ് ആണെങ്കിൽ താനും ഒരു സോംബിയായി മാറാൻ പോവുകയാണ് എന്ന് അവന് മനസ്സിലായി. എന്തെന്നാൽ നേരത്തെ സോംബിയെ ആക്രമിക്കുന്നതിനിടയിൽ അവന് മുറിവ് പറ്റിയിരുന്നു. ആകെ വിഷമിച്ച് റയാനോട് എടാ മോനെ, അമ്മയോട് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, ഇതൊക്കെ നീ അമ്മയോട് പറയണം എന്നൊക്കെ പറയുമ്പോൾ എന്താ അച്ഛാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവൻ ചോദിക്കുകയാണ്. എന്നാൽ വേറൊന്നും പറയാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നെസ് അവിടെ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. എന്നാൽ പുറത്തു പോകുന്നതിന് മുൻപേ നെസ് സോംബിയായി മാറുകയും ചെയ്തു. അതിനാൽ തിരിഞ്ഞു നിന്ന് റയാനെ കടിക്കാൻ വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് കരീന എത്തി റയാനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നെസ് കരീനയുടെ നേർക്ക് തിരിഞ്ഞ് അവളെ ആക്രമിക്കാൻ നോക്കുമ്പോൾ റയാൻ കരീനയെ രക്ഷപ്പെടുത്തുകയും അങ്ങനെ അവിടെ ഒരു പോരാട്ടം നടന്ന് ഒടുവിൽ ഒരു വിധത്തിൽ കരീന റയാനെ കൂട്ടി മറ്റൊരു റൂമിൽ പോയി ഡോർ അടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു. നെസ് ആണെങ്കിൽ ഓടിപ്പോയി ആ ഡോർ ഇടിച്ച് തുറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ആ ഡോർ ഓപ്പൺ ചെയ്ത് ആക്രമിക്കാൻ ഓടിപ്പോയപ്പോൾ അവിടെ കരീന മറ്റൊരു സംഭവം ചെയ്തിരുന്നു. ഒരു കൂർത്ത കുന്ത്രാണ്ടം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓട്ടത്തിൽ അതിലേക്ക് സോംബിയായി മാറിയ നെസ് തറച്ചു കയറുകയും അതോടെ അതിൻ്റെ കഥയും കഴിഞ്ഞു. റൂഡി അവിടുന്ന് ഓടിപ്പോയി ഡോറും അടച്ച് പുറത്തു നിൽക്കുകയാണ്. ഇതേ നേരം റഹ്മാൻ വർക്ക് ചെയ്യുന്ന സ്റ്റേഷൻ കാണാം. നാട്ടിൽ ഇല്ലീഗലായി കുറേ പേർ പടക്കം കച്ചവടം ചെയ്യുമ്പോൾ അതൊക്കെ പിടികൂടി സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അവിടേക്ക് റൂഡിയും ഹാരിയും വന്നിട്ട് റഹ്മാനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവിടെയുള്ള ഓഫീസേഴ്സ് എല്ലാം നിങ്ങൾ ടെൻഷൻ ആവണ്ട, പേടിക്കേണ്ട, എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് പോലീസുകാർ അവിടുന്ന് പുറത്തോട്ട് പോകുമ്പോൾ നേരത്തെ സോംബികളൊക്കെ വാഹനത്തിലുള്ളവരെ കടിച്ചിരുന്നില്ലേ, ആ സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ മൊത്തമായി സോംബികളായി മാറിയിരുന്നു. അവരിപ്പോൾ പോലീസുകാരെ കാണുകയും പിന്നെ ഒന്നും നോക്കിയില്ല. സോംബികളൊക്കെ അൽഫാമിൻ്റെ മണം അടിച്ച പോലെ പോലീസുകാരുടെ നേർക്ക് ഓടി വരാൻ തുടങ്ങി. പോലീസ് ആണെങ്കിൽ വെടിവെച്ചെങ്കിലും സോംബിക്ക് വേദന പോലും അനുഭവപ്പെടാതെ അവരുടെ നേർക്ക് ആർത്തിരമ്പി വരികയാണ്. അങ്ങനെ സോംബികളൊക്കെ പോലീസുകാരുടെ നേർക്ക് ചാടി വീണ് എല്ലാവരെയും കടിക്കുകയും ചെയ്തു. മറ്റേ വശത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന റയാനെ കരീന കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുമ്പോൾ അവിടേക്ക് കയ്യിൽ കത്തിയുമായി നിങ്സി വരികയാണ്. നിങ്സിയുടെ വീടാണെന്ന് തോന്നുന്നു. നിങ്സി കത്തി ചൂണ്ടി ആരടി നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കരീനയും കത്തി ചൂണ്ടി കാണിച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ എന്ന് പറഞ്ഞ് കരീന പേടിച്ച് കരയുകയാണ്. അന്നേരം അവിടെ റൂമിൽ നിന്നും നെസ്സിന്റെ വോയിസ് കേട്ടതും അവിടേക്ക് പോയി നോക്കിയ നിങ്സി അവൻ സോംബിയായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് ഇവരെ രക്ഷിക്കാൻ തീരുമാനിക്കുകയും എന്നിട്ട് റഹ്മാനെ കോൾ ചെയ്തിട്ട് അച്ഛനും മരിച്ചു
മരിച്ചുപോയി, അമ്മയും മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയുകയാണ്. അതെങ്ങനെയാണ് മരിച്ചത് എന്ന് റഹ്മാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അതുവഴി ഒരു ഓഫീസർ രക്തം ഒഴുക്കിക്കൊണ്ട് ഓടി വരുന്നത് കാണുകയും നോക്കിയാൽ ഒരുപാട് സോംബീസ് അവനെ ആക്രമിച്ചു കൊണ്ടുവരികയായിരുന്നു. ഓഫീസറിനെ കൂട്ടി ഓടിപ്പോയി കയറി ഡോർ അടച്ച് അകത്ത് കയറാത്ത പോലെ ലോക്ക് ചെയ്ത് ഡോർ തള്ളി തുറന്ന് വരാതിരിക്കാൻ അവിടെയുള്ള തിങ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്തു വെക്കുകയാണ്. എന്നാൽ ആ ഓഫീസർ മെല്ലെ മെല്ലെ സോംബിയായി മാറി തുടങ്ങി. അന്നേരം ഹാരിയാണെങ്കിൽ അവൻ ഇപ്പോൾ സോംബിയായി മാറും, അവന് പെട്ടെന്ന് തന്നെ ഷൂട്ട് ഇല്ലെങ്കിൽ നമുക്കൊക്കെ ആപത്താണ് എന്ന് പറയുകയാണ്. എന്നാൽ റഹ്മാൻ ഷൂട്ട് ചെയ്യാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹാരി തോക്ക് പിടിച്ചു വാങ്ങി ഓഫീസറെ ഷൂട്ട് ചെയ്യുകയും ചെയ്തു. എടാ നീ എന്താ ചെയ്തേ, അയാൾ എൻ്റെ സീനിയർ ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ദേ പുറകിലൂടെ വെടിയേറ്റ ഓഫീസർ വീണ്ടും സോംബിയായി എഴുന്നേറ്റ് വരുന്നു. റഹ്മാനെ പിടിച്ച് ആക്രമിക്കുമ്പോൾ ഹാരിയാണെങ്കിൽ തിരിച്ച് ആക്രമിച്ച് സോംബി അവിടെയുള്ള ഒരു സെല്ലിൽ തള്ളിയിട്ട് ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. സോംബിയായ ഓഫീസർ കൊലവെറിയിൽ അലറാൻ തുടങ്ങി. മറ്റേ വശത്ത് ഒരുപാട് സോംബിക്കൂട്ടം പോലീസ് സ്റ്റേഷൻ നോക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. റൂഡിയാണെങ്കിൽ നെസ്സിനെ കോൾ ചെയ്തിട്ടും കോൾ പോകാത്തതിനാൽ ആകെ ടെൻഷനായി വിഷമിച്ചിരിക്കുകയാണ്. ഹാരിയാണെങ്കിൽ അവളുടെ അടുത്ത് പോയി നിന്ന് നീ ഒന്നും വിഷമിക്കണ്ട, നിന്റെ മകൾ റയാൻ ആളൊരു ഫൈറ്ററാണ്, അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ. റൂഡി പോയി ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അത് കരീനയായിരുന്നു. നിങ്സിയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. റയാന്റെ വോയിസ് കേട്ടതോടെയാണ് റൂഡി ഇപ്പോൾ സമാധാനിക്കുന്നത്. ശേഷം കരീനയോട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ മകനെ റയാനെ നീ നോക്കണം എന്ന് പറയുകയാണ്. അത് കേട്ട് കരീന നീ വിഷമിക്കേണ്ട, നിനക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ പുറത്തുനിന്ന് സോംബികളൊക്കെ അകത്തേക്ക് വരാൻ ട്രൈ ചെയ്യുകയാണ്. അകത്തേക്ക് കടക്കാതിരിക്കാൻ ഇവർ ഡോർ തള്ളിപ്പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അന്നേരം റഹ്മാൻ ആണെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് വിളിച്ച് ഹെൽപ്പ് ചോദിക്കുകയാണ്. എന്നാൽ ഇവൻ സംസാരിക്കുമ്പോൾ തന്നെ ആ സ്റ്റേഷനിൽ സോംബ് ആക്രമിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ 3 പേരും നേരെ സ്റ്റേഷന്റെ ബാൽക്കണിയിൽ കയറി നോക്കുമ്പോൾ അവിടെ മൊത്തം സോംബികൾ ചുറ്റിക്കറങ്ങുന്നത് കാണുകയാണ്. അടുത്തുള്ള ഓരോ വീട്ടിലേക്കായി സോംബികൾ മാറി മാറി കയറി ഇറങ്ങുകയാണ്. റൂഡിയാണെങ്കിൽ കരീനയ്ക്ക് കോൾ ചെയ്തിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്, നീ എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചിട്ട് ചെറുപ്പം മുതൽ നമ്മൾ ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത്, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ, ഞാൻ ഇത്രയും നാൾ നിന്നോട് സംസാരിക്കാതെ നിൽക്കാൻ പാടില്ലായിരുന്നു, എല്ലാറ്റിനും ക്ഷമിക്കണേ എന്ന് സോറി ചോദിച്ചിട്ട് അതേപോലെ കരീനയുടെ അച്ഛൻ മരിച്ചപ്പോൾ പോലും റൂഡി കാണാൻ വേണ്ടി പോയിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും എൻ്റെ അച്ഛൻ ബിസിനസ്സിൻ്റെ കാര്യം നടത്തി പോകുന്നതല്ലാതെ എൻ്റെ സ്കൂളിൻ്റെ അടുത്തേക്ക് പോലും വന്നിട്ടില്ല. എന്നാൽ നിന്റെ അച്ഛനാണ് എല്ലാറ്റിനും കൂടെ നിന്നത്, സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്യാൻ വരെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നിന്നോടുള്ള ദേഷ്യം കാരണം നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും അത് കാണാൻ പോലും ഞാൻ വന്നില്ലല്ലോ, എല്ലാറ്റിനും ക്ഷമിക്കണേ, സോറി, എൻ്റെ പഴയ ഫ്രണ്ടിനെ ഞാൻ ഇപ്പോൾ ഭയങ്കരമായി മിസ് ചെയ്യുകയാ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ കരീനയും ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പണത്തിന് വേണ്ടിയല്ല നിന്റെ അച്ഛനെ മാരേജ് ചെയ്തത്, എനിക്ക് ശരിക്കും അയാളെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാ മാരേജ് ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ 2 പേരും പരസ്പരം ദേഷ്യവും വാശിയും ഒക്കെ കളഞ്ഞ് വീണ്ടും കൂട്ടുകാരികളായി മാറുകയാണ്. ഇപ്പോൾ പുറത്ത് ചർച്ചിൽ നിന്ന് മണിയടിക്കുന്ന ശബ്ദം കേട്ട് എല്ലാ സോംബികളും അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. അതൊക്കെ കാണുമ്പോൾ സോംബികൾ ശബ്ദത്തെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കുറെ പടക്കങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതിലൊരു റോക്കറ്റ് പടക്കം എടുത്തുകൊണ്ട് വന്നിട്ട് തീ കൊളുത്തി പറത്തി വിടുകയാണ്. അത് ദൂരെ പോയി വീണ് പൊട്ടിയതും ആ ശബ്ദം കേട്ടതോടെ അവിടെ ഉണ്ടായിരുന്ന സോംബികളൊക്കെ ആ പടക്കം പൊട്ടിയ ഭാഗത്തേക്ക് ഓടുകയാണ്. അന്നേരം അവിടെ ഒരു ട്രക്ക് കാണുകയും അതെടുത്ത് പോകാം എന്ന് പ്ലാൻ ചെയ്ത് നേരെ അകത്തേക്ക് പോയി സോംബി കടിച്ചാലും പല്ല് കൊള്ളാതിരിക്കാൻ സ്യൂട്ടൊക്കെ ധരിച്ച് ഓരോരുത്തരും തോക്കെടുത്ത് സോംബികളെ പടക്കം എറിഞ്ഞ് കൺട്രോൾ ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റിവിട്ടിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ട് പോകാനാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ പ്ലാൻ ചെയ്ത് മെല്ലെ ഡോർ തുറന്ന് ഒരു റോക്കറ്റ് പടക്കം കത്തിച്ച് പുറത്തോട്ട് വിടാൻ ട്രൈ ചെയ്യുമ്പോൾ ആ പടക്കം ചതിച്ചു, അത് അവിടെ വെച്ച് തന്നെ പൊട്ടുകയും ചെയ്തു. അതിനാൽ എല്ലാ സോംബികളും ആ ശബ്ദം കേട്ട് അവിടെ ഡോർ തകർത്ത് അകത്തേക്ക് വരാൻ ട്രൈ ചെയ്യുകയാണ്. 3 പേരും ഡോർ പിടിച്ച് നിർത്തുകയാണ്. റഹ്മാൻ ആണെങ്കിൽ ഒരു പ്രത്യേക തരം പടക്കം എടുത്തുകൊണ്ടുവന്ന് മെല്ലെ ഡോർ തുറന്ന് കത്തിച്ചു വിട്ടപ്പോൾ അതിൽ നിന്നും പടക്കം ദൂരെ ഭാഗത്ത് വീണ് അവിടെ പൊട്ടുകയാണ്. അന്നേരം സോംബികളൊക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാം ഓടിപ്പോയതിനു ശേഷം 3 പേരും കയ്യിൽ പടക്കവും തോക്കും ഒക്കെ എടുത്ത് മെല്ലെ പുറത്തിറങ്ങി നേരെ വാഹനമുള്ള ഭാഗത്തേക്ക് ഓടിപ്പോകുമ്പോൾ അന്നേരം ദേ മുന്നിലൂടെ വേറൊരു സോംബി ഇങ്ങോട്ടേക്ക് വരുന്നതായി കാണുന്നു. എന്നാൽ ഒന്നും നോക്കാതെ ഹാരിയാണെങ്കിൽ ആ സോംബിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അതൊരു മണ്ടത്തരമായിരുന്നു. ആ ഒരു വെടിയൊച്ച കേട്ട് എല്ലാ സോംബികളും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഓടി വന്ന് 3 പേരെയും വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ കയ്യിൽ ഷീൽഡ് ഉണ്ടായിരുന്നു, അത് ചുറ്റിലും പിടിച്ച് പൊരുതി നിൽക്കുകയാണ്. എന്നാൽ അത്രയും സോംബികളുടെ ശക്തിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. 3 പേരും നിലത്ത് വീഴുകയും എല്ലാ സോംബികളും അവരുടെ
അവരുടെ ദേഹത്തേക്ക് കയറി നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റേ വശത്ത് നെസ് സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നില്ലേ? അവൻ അവിടെ ഡോറിലൊക്കെ ഇടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള സോംബീസ് ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട സോംബികളൊക്കെ വീട്ടിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. അതൊക്കെ കണ്ട് കരീനയും എല്ലാവരും ഭയങ്കരമായി ഭയന്ന് നിൽക്കുകയാണ്. അത്രയും സോംബികൾക്ക് ആ ഡോർ തകർക്കാൻ സിമ്പിളാണ്. ഇവരുടെ ജീവൻ പോകും എന്നായപ്പോൾ പെട്ടെന്ന് ആകാശത്ത് ഇടിവെട്ടുകയാണ്. ആ ഇടിയുടെ ശബ്ദം കേട്ട് പോലീസുകാരെ ആക്രമിക്കുന്ന സോംബികളും എല്ലാവരും സൈലൻ്റായി നിൽക്കുകയാണ്. ഇടിയുടെ ഒച്ച മുഴുവനായി പോകാൻ ഒരു 10 സെക്കൻഡ് എടുത്തു. അതുവരെ സൈലൻ്റായി നിൽക്കുകയാണ്. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെ ആക്രമിക്കാൻ തുടങ്ങി. വീണ്ടും ഇടിമുട്ടുകയും വീണ്ടും അവർ മേലോട്ട് നോക്കി നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് മഴയും വരാൻ തുടങ്ങി. ആ മഴ വരുന്നത് അനുസരിച്ച് എല്ലാ സോംബികളും മേലോട്ട് നോക്കി നിൽക്കുമ്പോൾ പറ്റിയ അവസരം എന്ന് കരുതി 3 പേരും അവിടുന്ന് മെല്ലെ മെല്ലെ രക്ഷപ്പെട്ടു പോകാൻ നോക്കുകയാണ്. ഇതേ നേരം അവരുള്ള വീട്ടിലാണെങ്കിൽ സോംബികളുടെ ശബ്ദമൊക്കെ കുറഞ്ഞതിനാൽ മെല്ലെ ഡോർ തുറന്നു നോക്കുമ്പോൾ എല്ലാ സോംബികളും മഴയത്ത് മേലോട്ട് നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്സിയുടെ കയ്യിൽ ആണെങ്കിൽ ഒരു സ്കൂട്ടറുണ്ട്. അതിൽ കയറി ഇവിടുന്ന് പോകാം എന്ന് തീരുമാനിച്ച് അങ്ങനെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യം അവിടേക്ക് സോംബിയായി മാറിയ നെസ് ഡോർ തകർത്ത് വരികയാണ്. 3 പേരുടെയും കഥ തീരും എന്നായപ്പോൾ പെട്ടെന്ന് അവർ സ്കൂട്ടറിൽ കയറി അവിടെ എസ്കേപ്പ് ആവുകയും ചെയ്തു. അങ്ങനെ അവർ എങ്ങോട്ടെന്നില്ലാതെ യാത്ര തുടർന്നു. മഴയാണെങ്കിൽ നല്ല മഴ. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ മഴയും അവസാനിച്ചു. സോംബികളൊക്കെ അവിടെയുള്ളവരെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. സോംബികളുടെ ഇടയിൽപ്പെട്ട് 3 പേരും മരണ പോരാട്ടം നടത്തുമ്പോൾ റൂഡിയെയും ഒരു സോംബി ആക്രമിക്കാൻ തുടങ്ങി. അന്നേരം റൂഡി തോക്കെടുത്ത് വെടിവെച്ച് എസ്കേപ്പായി ഓടാൻ തുടങ്ങി. പുറകിലാണെങ്കിൽ സോംബീസ് പിടിവിടാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓടി ഓടി റൂഡി അവിടെയുള്ള ഒരു ട്രക്കിൽ കയറാൻ ഡോർ തുറന്നപ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് ഒരു സോംബി പുറത്തോട്ട് ഒരൊറ്റ ചാട്ടം. അവൾ ആകെ ഭയന്നെങ്കിലും അകത്തേക്ക് കയറി ഡോർ അടക്കുകയാണ്. സോംബീസ് ഒക്കെ ആ വാഹനം പൊതിയാൻ തുടങ്ങി. മറ്റേ വശത്ത് 2 പേരും അവിടെയുള്ള സോംബീസിനെ ഒക്കെ തള്ളി മാറ്റിയിട്ട് തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി ഡോർ ലോക്ക് ചെയ്യുകയാണ്. കൃത്യം കരീനയുടെ ടീം സ്കൂട്ടറിൽ അവിടെ എത്തുകയാണ്. അവിടെ ട്രക്കിൽ കരീനയും ചുറ്റിലും സോംബിയും ഒക്കെ നിന്നിട്ടുള്ളത് കണ്ടിട്ട് സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടതിനാൽ അവിടെയുള്ള സോംബികളൊക്കെ ഇവരുടെ നേർക്ക് വരാൻ തുടങ്ങി. നോക്കിയാൽ അവൾക്ക് ഇപ്പോൾ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല. തീർന്ന് ഇതോടെ എല്ലാം തീരും എന്നായപ്പോൾ റൂഡിയുടെ കയ്യിൽ പടക്കം ഉണ്ടായിരുന്നല്ലോ, അത് കത്തിച്ച് വലിച്ചെറിയുകയും അങ്ങനെ കരീനയുടെ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന സോംബികളൊക്കെ ആ പടക്കം പോയി വീണ് പൊട്ടുന്ന ഡയറക്ഷനിലേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. റൂഡി അങ്ങ് ട്രക്കിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി റയാനെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം കരീനയോട് പോയി സംസാരിക്കാൻ നോക്കുമ്പോൾ ഒരു സോംബി ഓടി വരുന്നത് കാണുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. 4 പേരും ഓടിപ്പോയി ട്രക്കിൽ കയറി ഇരിക്കുകയും നിങ്സി ആണെങ്കിൽ റഹ്മാന് കോൾ ചെയ്തിട്ട് അവരുടെ സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോൾ റഹ്മാൻ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വാ എന്ന് പറയുകയാണ്. എന്നാൽ ഇവിടെയുള്ള ആർക്കും വാഹനം ഓടിക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ കരീനയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കൺട്രോൾ ഇല്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോവുകയാണ്. ആക്ച്വലി അവൾക്ക് വാഹനം ഓടിക്കാനൊന്നും അറിയില്ല. അവിടെയുള്ള സോംബികളെ ഒക്കെ ഇടിച്ച് പോലീസ് സ്റ്റേഷന്റെ റോഡിലൂടെ പോവുകയാണ്. എന്നാൽ എങ്ങനെ ബ്രേക്ക് ചവിട്ടണം എന്ന് കരീനയ്ക്ക് അറിയില്ല. ബ്രേക്ക് എവിടെ എന്ന് പറഞ്ഞ് അലറിപ്പോയി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരൊറ്റ ഇടി. ആ ഒരു ക്രാഷ് ആകുമ്പോൾ ഒരു കഷ്ണം സിമന്റ് കട്ട അകത്തുള്ള ഹാരിയുടെ കാലിലേക്ക് വീഴുകയാണ്. ഹാരി അതിൽ നിന്ന് കാല് ഊരി മാറ്റാൻ പറ്റാതെ വേദനിച്ച് അലറുകയാണ്. എല്ലാവരും രക്ഷപ്പെടുത്താൻ ട്രൈ ചെയ്തെങ്കിലും അതിന് പറ്റുന്നില്ല. അവിടുന്ന് പോകാൻ ഒരു ഡോറുണ്ട്. കരീന അത് കണ്ട് മനസ്സിലാക്കി ആ വഴിയിലൂടെ രക്ഷപ്പെട്ടു പോകാം എന്ന് തീരുമാനിച്ച് നിൽക്കുമ്പോൾ വാഹനം ഇടിച്ച് തകർത്ത ഒരു വഴിയുണ്ടല്ലോ, അതിലൂടെ ഒരുപാട് സോംബീസ് അകത്തു കടക്കാൻ ട്രൈ ചെയ്യുകയാണ്. ജനാല ഉടച്ച് തകർത്ത് ഒരു സോംബി അകത്തേക്ക് വരുമ്പോൾ നിങ്സിയും റഹ്മാനും ചേർന്ന് വെടിവെച്ച് അതിനെ നശിപ്പിക്കുകയാണ്. അതേ വഴിയിലൂടെ ഓരോ സോംബീസും കടന്നു വരുമ്പോൾ അവരെയെല്ലാം ആക്രമിച്ച് ആ പോരാട്ടത്തിനിടയിൽ നിങ്സി ആണെങ്കിൽ അറിയാണ്ട് അവിടെ പോയി ലോക്കപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ ലോക്കപ്പിലുള്ള ഓഫീസറിന്റെ സോംബി ഉണ്ടല്ലോ, അത് നിങ്സിയുടെ കയ്യിലേക്ക് ഒരൊറ്റ കടി. അത് കണ്ട് റഹ്മാൻ കലിപ്പിൽ ആ ഓഫീസറിനെ വെടിവെച്ച് കൊന്നിട്ട് അവിടെയുള്ള സോംബീസിനെ ഒക്കെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. എന്നാൽ ഒരുപാട് സോംബീസ് അകത്തേക്ക് കടന്നു വന്നതിനാൽ അവന് പൊരുതി നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാ സോംബീസും അവന്റെ നേർക്ക് ചാടി വീണ് കടിക്കാൻ തുടങ്ങി. അന്നേരം ഹാരി അവന്റെ കയ്യിലുള്ള തോക്ക് വെച്ച് അവിടെയുള്ള സോംബീസിനെ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അതേപോലെ റൂഡിയും കരീനയും അവരവരുടെ കയ്യിലുള്ള ആയുധം വെച്ച് സോംബികൾക്ക് നേരെ പോരാടിയിട്ട് എങ്ങനെയെങ്കിലും ഹാരിയെ രക്ഷിക്കണം എന്ന് ട്രൈ ചെയ്യുകയാണ്. എന്നാൽ അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഹാരിയുടെ ലോക്കായ കാല് പുറത്തോട്ട് എടുക്കാനേ പറ്റുന്നില്ല. അവിടേക്ക് ഒരുപാട് സോംബികൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞു. അന്നേരം ഹാരിയുടെ തോക്കിലുണ്ടായിരുന്ന ബുള്ളറ്റും തീർന്നു. അന്നേരം നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയിക്കോ എന്ന് ഹാരി പറയുമ്പോൾ റൂഡിക്കാണെങ്കിൽ ഹാരിയെ വിട്ടു പോകാൻ മനസ്സ് വരുന്നില്ല. എന്നാൽ വേറെ
വേറെ വഴിയില്ലല്ലോ. അന്നേരം അവിടെയുള്ള ഒരു വാഹനത്തിൽ നിന്നും പെട്രോൾ ലീക്ക് ആകുന്നത് കാണുകയും ഹാരി ഒരു പടക്കം എടുത്ത് കത്തിച്ച് പിടിച്ചു നിൽക്കുമ്പോൾ വേറെ വഴിയില്ലാത്തതിനാൽ റൂഡിയെയും എല്ലാവരെയും പറഞ്ഞു വിടുമ്പോൾ അങ്ങനെ അവരെല്ലാവരും മനസ്സില്ലാ മനസ്സോടെ ഹാരിയെ അവിടെ വിട്ടിട്ട് പോവുകയാണ്. മറ്റേ വശത്ത് നിങ്സിയെയും റഹ്മാനെയും എല്ലാ സോംബികളും കടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ആ ഗ്യാപ്പിൽ റഹ്മാൻ നിങ്സിയെ പ്രൊപ്പോസ് ചെയ്യാൻ ഒരു മോതിരം വാങ്ങി വെച്ചിരുന്നില്ലേ, ആ റിങ് ഇപ്പോൾ എടുത്ത് നിങ്സിക്ക് കാണിച്ച് അവളെ പ്രൊപ്പോസ് ചെയ്യുകയാണ്. ആ മോതിരം അവളുടെ കയ്യിൽ ഇട്ടുകൊടുക്കുകയാണ്. മറ്റേ വശത്ത് പടക്കം പൊട്ടുന്നതിന് മുൻപേ എല്ലാ സോംബികളും ഹാരിയെ കടിച്ച് കൊടയാൻ തുടങ്ങി. എന്നാൽ കയ്യിലുണ്ടായിരുന്ന പടക്കം അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന പെട്രോളിൽ ഇട്ടതും ആ പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുകയും ആ സ്റ്റേഷൻ മൊത്തം പൊട്ടിത്തെറിക്കുകയാണ്. ഹാരിയും അവിടെ ഉണ്ടായിരുന്ന സോംബീസും മൊത്തം ബ്ലാസ്റ്റായി കഷ്ണങ്ങളായി കത്തിച്ചാമ്പലാവുകയാണ്. അങ്ങനെ ബ്ലാസ്റ്റ് ആവാൻ കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പടക്കങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ പടക്കങ്ങളൊക്കെ ആകാശത്തേക്ക് പറന്നുപോയി മിന്നിത്തിളങ്ങുകയാണ്. അവിടുന്ന് റൂഡിയും കരീനയും റയാനും മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ മറ്റൊരു കാര്യം എന്തെന്നാൽ നേരത്തെ നടന്ന പോരാട്ടത്തിൽ ഒരു സോംബി റൂഡിയുടെ കയ്യിൽ കടിച്ചിരുന്നതല്ലേ. അത് കണ്ട് കരീന അവളുടെ അടുത്ത് ചെന്ന് അത് നോക്കിയിട്ട് നീ വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു മരുന്ന് ഇതിന് ഉണ്ടാവൂ, നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞെങ്കിലും റൂഡിയാണെങ്കിൽ മകൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ജീവന് ചിലപ്പോൾ ആപത്തായിരിക്കും, അവൻ നന്നായി വളരണം, നിങ്ങൾ ഈ ഗ്രാമം വിട്ടു പോയിട്ട് എൻ്റെ മകനെ നീ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് കരീനയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ശേഷം റയാനെയും കെട്ടിപ്പിടിച്ച് മോനെ എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല, ഇനി മുതൽ നിന്റെ അമ്മ കരീനയാണ് എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടി റൂഡി കരയുകയാണ്. റയാനാണെങ്കിൽ അമ്മേ എന്നെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞ് അവനും കരയുകയാണ്. എന്നാൽ റൂഡിക്ക് മറ്റൊരു മാർഗവുമില്ല. അവൾ പതുക്കെ സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ റയാനെ ബൈക്കിൽ കയറ്റി ഇരുത്തി കരീന മറ്റൊരു നാട്ടിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. റൂഡിയാണെങ്കിൽ അന്നേരം അതുവഴി ഒരുപാട് സോംബീസ് വരുന്നത് കണ്ടിട്ട് കരീനയെ ആ സോംബീസ് ഫോളോ ചെയ്ത് പോകാതിരിക്കാൻ റൂഡി ഒരു പടക്കം എടുത്ത് കത്തിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. അന്നേരം മൊത്തം സോംബികൾ പോലീസ് സ്റ്റേഷൻ പൊട്ടിത്തെറിച്ചെങ്കിലും ഒരൽപ്പം ജീവനുള്ള ബാക്കിയുള്ള സോംബികളൊക്കെ ആ ശബ്ദം കേട്ട് റൂഡിയെ ഫോളോ ചെയ്തു പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് റൂഡിയും ഇനി സോംബിയായി മാറിക്കഴിഞ്ഞാൽ കരീനയെ ഫോളോ ചെയ്തു പോകുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് സോംബിയായി മനസ്സ് മാറുന്നതിന് മുൻപേ തോക്കെടുത്ത് അവൾ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. വല്ലാത്തൊരു അവസ്ഥ. അങ്ങനെ കരീന ആണെങ്കിൽ റയാനെയും കൂട്ടി യാത്ര ചെയ്ത് ആ ഗ്രാമം വിട്ടു പോകാൻ തുടങ്ങി. ഗ്രാമം കഴിഞ്ഞ് സിറ്റിയിലേക്ക് പോകാനുള്ള ഒരു ഹൈവേയിൽ എത്തുകയും ആ ഹൈവേയിലൂടെ മറ്റൊരു നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ദേ പുറകിൽ ഒരു സോംബി കരീന റയാനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുകയും ആ സോംബി റോഡിലൂടെ സിറ്റിയിലേക്ക് ഓടിപ്പോവുകയാണ്. സീന് അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു വലിയ സിറ്റി കാണാം. ആ സിറ്റിയിൽ ഒരു വീട്ടിൽ വയസ്സായ 2 പേരെ കാണാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അതേപോലെ ആ വീട്ടിൽ നോക്കിയാൽ തുടക്കത്തിൽ നമ്മുടെ സിഒ കുടിച്ച ആ പച്ചമരുന്ന് അതിൻ്റെ ഒരു കാലി ബോട്ടിൽ ഇവിടെയും കാണാം. ആക്ച്വലി തുടക്കത്തിൽ കമ്പനിയുടെ സയൻറ്റിസ്റ്റ് നിർമ്മിച്ച ആ മരുന്ന് ഒരു ബോട്ടിൽ സിഒയ്ക്കും മറ്റൊരു ബോട്ടിൽ മേഡത്തിനും കൊടുക്ക് എന്ന് പറഞ്ഞു വിട്ടിരുന്നില്ലേ, ആ ഒരു മേഡം ഇവളാണ്. ഇവൾ ഇപ്പോഴാണ് ആ മരുന്ന് കുടിച്ചത്. എന്നിട്ട് ആ വയസ്സായ മേഡം കുളിച്ചിട്ട് വരുമ്പോൾ അത് കണ്ട ഹസ്ബൻഡ് എടി നിനക്കെന്തു പറ്റി, നീ വളരെ ചെറുപ്പമായിരിക്കുന്നല്ലോ, നിന്റെ നരച്ച മുടിയെല്ലാം കറുത്തിട്ടുണ്ടല്ലോ, ചുളുങ്ങിയ തോലൊക്കെ പഴയതുപോലെ ആയിട്ടുണ്ടല്ലോ, നീ ആകെ മൊത്തം മാറി സന്തൂർ സോപ്പിട്ട് കുളിച്ച സന്തൂർ മമ്മിയെ പോലെ ആയിട്ടുണ്ടല്ലോ, ഒരു 10-20 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ മനുഷ്യ നമ്മുടെ കമ്പനിയിൽ പുതിയ ഒരു മരുന്ന് സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു, അതിൻ്റെ ഒരു സാമ്പിൾ ബോട്ടിലാണ് ഞാൻ കുടിച്ചത് എന്ന് പറയുകയാണ്. ആ മരുന്ന് കുടിച്ചിട്ടാണല്ലോ സിഒ സോംബിയായത്, അതേപോലെ സിറ്റിയിലുള്ള ഈ മേഡവും ഇപ്പോൾ സോംബിയായി മാറും എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.